ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതാണ് എൻ്റെ ചാനൽ ടാരോ വാരിയർ മലയാളം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് മന്ത്ലി ജാനുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ക്യാൻസർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും ജാനുവരി മാസം നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ് ജാനുവരിക്ക് വേണ്ടിയിട്ട്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഓവറോൾ എനർജി. നിങ്ങളുടെ പാസ്റ്റ് എനർജി എന്താണ്? 4 ഓഫ് കപ്സ് നിങ്ങളുടെ കറണ്ട് ജാനുവരി എനർജി. 6 ഓഫ് കപ്സ് നിങ്ങളുടെ ഫ്യൂച്ചർ ജാനുവരി എനർജി. 8 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ജാനുവരിയിൽ ഡെവിൽ ആണ്. നിങ്ങളുടെ അഡ്വൈസ് ഡെത്ത്. നിങ്ങൾക്ക് ഹിഡൻ ഫാക്ടറിൽ 10 ഓഫ് സ്വോർഡ്സ് ആണ്. നിങ്ങളുടെ ഓവറോൾ ഔട്ട്കം ജാനുവരി മാസത്തിൻ്റെ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേജ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ക്യാൻസർ ഇവിടെ ഞാൻ കാണുന്നത് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു ജനറോസിറ്റിയുടെ എനർജിയാണ്. നിങ്ങളുടെ എനർജി കുറേ വേറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യണത്. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ ഹെൽപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും. ഇല്ലച്ചാൽ നിങ്ങൾക്ക് ആരുടെയോ ഹെൽപ്പിൻ്റെ ആവശ്യം ഉണ്ടെച്ചാൽ അത് നിങ്ങൾക്ക് ഈസിലി കിട്ടും ജാനുവരി മാസത്തിൽ. ഇത് ഫിനാൻഷ്യൽ ആയിരിക്കാം, ഇല്ലച്ചാൽ ഡെയിലി റൂട്ടീനിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണം വെച്ചാൽ അതും ഉണ്ടാവും. എനർജി വൈസ് ഹെൽപ്പും ഉണ്ടാവും. അതല്ലാണ്ട് ഇതൊരു ഇംബാലൻസുമാണ്. കുറച്ച് ഒരു റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൺ കൂടുതൽ എനർജിയാണ് കൊടുക്കണത് മറ്റേ പേഴ്സണിന്, ആൻഡ് മറ്റേ പേഴ്സൻ്റെ സൈഡിന് അത്ര റെസിപ്രോക്കേഷൻ ഇല്ല. അങ്ങനത്തെ എനർജിയുമാണ്. 4 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു ഡിസിൻട്രസ്റ്റ് ആണ് നിങ്ങളുടെ സൈഡിന്. കുറേ ഓഫേഴ്സ് വരേണ്ട നിങ്ങൾക്ക് റൊമാൻറ്റിക്കലി ഇല്ലാച്ചാ കരിയറും ആവാം ഇത്. പക്ഷേ നിങ്ങൾക്ക് ആ ഓഫേഴ്സിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഒരു ലാക്ക് ഓഫ് എൻതൂസിയാസം ആണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ എനർജിയിൽ. ഒന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരി എനർജി. മേ ബി നിങ്ങൾ ആരെയും മിസ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. അതായിരിക്കും വേറെ ഒരു ഓഫേഴ്സും വരുമ്പോൾ നിങ്ങൾ അത്ര ഇൻട്രസ്റ്റ് കാണിക്കാത്തത്. പക്ഷേ കറണ്ട് ജാനുവരി എനർജിയിൽ ഞാൻ ഒരു റീകൺസിലിയേഷൻ ആണ് കാണുന്നത്. നിങ്ങളുടെ പാസ്റ്റിന് ആരോ തിരിച്ചു വരുന്നുണ്ട്, ആരോ റീകൺസൈൽ ചെയ്യാൻ വരുന്നുണ്ട്. 6 ഓഫ് കപ്സ്. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇതൊരു കുറേ എഫേർട്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾ മേ ബി ഈ റിലേഷൻഷിപ്പിനെ സക്സസ്ഫുൾ ആക്കാൻ കുറേ എഫേർട്ട് ഇട്ടുണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങളുടെ കരിയറിൽ കുറേ ബിസി ആയിട്ട് അതിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളുടെ ചാലഞ്ചാണ് ഡെവിൽ. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ടോക്സിസിറ്റി ഉണ്ട്. ഇതൊരു പേഴ്സൺ ആയിരിക്കാം, കാപ്രിക്കോൺ എനർജി ആവാം. അതല്ല ഒരു ടോക്സിക് പേഴ്സൺ ആയിരിക്കാം. ഈ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു അൺഹെൽതി റിലേഷൻഷിപ്പാണ്. കോ ഡിപ്പെൻഡൻറ്റ് എനർജിയാണ്. നിങ്ങൾ രണ്ടാളുടെയും ഉള്ളിൽ ആ കമ്പാറ്റബിലിറ്റി ഇല്ല, കുറേ ഇഷ്യൂസ് ഉണ്ട്. നിങ്ങളെപ്പോഴും ഫൈറ്റ് ചെയ്യണ എനർജിയിലാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ വിട്ട് നിൽക്കാനും നിങ്ങൾക്ക് പറ്റില്ല. സെപ്പറേറ്റ് ആയ ഉടനെ നിങ്ങൾ റീകൺസൈൽ ചെയ്യും. ആദ്യം ആ സെയിം സൈക്കിൾ റിപ്പീറ്റാണ് ചെയ്യണത് നിങ്ങൾ. അപ്പോൾ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. അതല്ലാണ്ട് ഈ പേഴ്സൺ കുറേ മാന്യൂപ്പുലേറ്റീവ് ആയിരിക്കാം. അല്ലാച്ചാ എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടാവാം, ആൽക്കഹോൾ, കൂടുതൽ കുടി, ഇല്ലാച്ചാ ഡ്രഗ്സ് യൂസേജ്, അങ്ങനത്തെ അഡിക്ഷൻസും ആണ് ഇവിടെ ഞാൻ കാണുന്നത് ഒരു ചാലഞ്ചായിട്ട്. നിങ്ങളുടെ അഡ്വൈസ് ആണ് ഡെത്ത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ചിൻ്റെ ആവശ്യമുണ്ട്, ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യമുണ്ട്. എന്തോ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ എന്തോ ഒരു ഓൾഡ് കാര്യം, എന്തോ ഒരു ഔട്ട്ഡേറ്റഡ് കാര്യം നിങ്ങളുടെ ലൈഫിൽ, അതിനെ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾക്കൊരു പുതിയ എനർജിയാണ് അഡാപ്റ്റ് ചെയ്യേണ്ടത്. ഒരു പുതിയ എനർജീനെയാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൽ. എന്നുവെച്ചാൽ എന്തോ ഇവിടെ ഒരു കംപ്ലീഷൻ ഉണ്ട്, ഒരു എൻഡിങ് ഉണ്ട്. ആ എൻഡിങ്ങിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളൊരു സ്റ്റാഗ്നൻ്റ് എനർജി, ഒരു അൺഹെൽത്തി എനർജിയിൽ ഇരിക്കണത്. ഈ എനർജീനെ ലെറ്റ് ഗോ ചെയ്താൽ ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആ ക്ലോഷർ വേണം, ഒരു ആക്സെപ്റ്റൻസ് വേണം. ഹിഡൻ ഫാക്ടറിൽ 10 ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ ഇതൊരു ബിട്രേയൽഡ് എനർജിയാണ്. ആരോ നിങ്ങളെ ബിട്രേ ചെയ്ത് നിങ്ങൾ കുറേ ഡിസപ്പോയിൻറ്റഡ് ആണ് ഇവിടെ
ഞാൻ കാണുന്നത്. അതാണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം പേജ് ഓഫ് ഓൺസ്, ഒരു പുതിയ ബിഗിനിങ്, ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു ന്യൂ അഡ്വെഞ്ചർ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് ജാനുവരി മാസത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യും. അത് ഇത് നല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇതൊരു പോസിറ്റീവ് സാധനമല്ല, ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് അല്ല. ആൻഡ് നിങ്ങൾ അതിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് നോക്കണത് ജാനുവരി മാസത്തിൽ. അപ്പോൾ ഈ ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ 6 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്താണ്? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, വെർഗോ എനർജി, 9 ഓഫ് കപ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു ഹെൽപ്പിൻ്റെ എനർജിയാണ്. മേ ബി നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യം ഉണ്ടെച്ചാൽ ആരോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഇത് ഫിനാൻഷ്യൽ ഹെൽപ്പായിരിക്കാം, ഓറൽസ് എനർജി വൈസ് ഹെൽപ്പായിരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു വിഷ് ഇവിടെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസയുടെ കുറവായിട്ടോ തോന്നുന്നുണ്ടെച്ചാൽ ഇല്ലച്ചാൽ കുറേ ബിസി ആയതുകൊണ്ട് ഹെൽപ്പ് വേണ്ടി വരും വീട്ടിൽ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെച്ചാൽ ആ ഹെൽപ്പ് റെഡിലി അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജാനുവരി മാസത്തിൽ. 4 ഓഫ് കപ്സ് ഇവിടെ പാസ്റ്റ് എനർജിയിൽ എന്താണ്? 7 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾ എന്തിനോ വേണ്ടിയിട്ട് വെയിറ്റ് ആണ് ചെയ്യേണ്ടത്. അതിനെ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ 6 ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ വെയിറ്റ് ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കുറേ ഓഫേഴ്സ് വന്നു, പക്ഷെ നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു. ആ പേഴ്സൺ നിങ്ങളുടെ ജാനുവരി മാസത്തിൽ ഡെഫിനറ്റ്ലി അപ്രോച്ച് ചെയ്യും. സ്ട്രെങ്ത്, ലിയോ എനർജി. ഈ പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യും. ആൻഡ് ഇവിടെ ഞാനൊരു റീകൺസിലിയേഷൻ ആണ് കാണുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് കുറേ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ ഇതിൽ കുറച്ചൊരു ചാലഞ്ചസ് ഉണ്ട്. ഈ സ്ട്രെങ്ത് എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? ഹാങ്ഡ് മാൻ. എന്നുവെച്ചാൽ ഇവിടെ എന്തോ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ലെറ്റ് ഗോ ചെയ്താലേ നിങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇതൊരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണത്. യൂണിവേഴ്സ് ആക്ച്വലി നിങ്ങളോട് പറയണത് ഈ സൈക്കിളിൽ തിരിച്ച് പോകണ്ട, ഈ സൈക്കിളിൽ തിരിച്ച് നിങ്ങൾ പോയാൽ ആ സെയിം ഔട്ട്കം ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഈ പേഴ്സണിനെ നോ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഇന്നർ സ്ട്രെങ്ത് റിക്വയർഡ് ആണ് അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്ത്തും ഹാങ്ഡ് മാൻ പൈസീസ് എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്തോ ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷൻ ആദ്യം തിരിച്ചു വരാൻ പോകുന്നുണ്ട്. പക്ഷേ ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിയലി ഒരു പോസിറ്റീവ് പേഴ്സൺ ആണോ, ഒരു പോസിറ്റീവ് ചേഞ്ച് ആണോ, നിങ്ങളുടെ ലൈഫിൽ അത് ഒരു നല്ല ഇൻഫ്ലുവൻസ് ആണോ, അതൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. 8 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഫ്യൂച്ചറിൽ ടവർ. അപ്പോൾ എന്തോ ഒരു എൻഡിങ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ കണ്ട പോലെ ഇവിടെ 10 ഓഫ് സോഡ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ ഒരു എൻഡിങ് ഉണ്ട്. എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ആ പുതിയ ബിഗിനിങ്ങിൽ നിങ്ങൾ കുറേ സക്സസ്ഫുൾ ആവും. ആ എൻഡിങ് കഴിഞ്ഞ പുതിയ ബിഗിനിങ്ങിൽ ഡെവിൽ നിങ്ങളുടെ ചാലഞ്ച്. ഹൈറോഫാന്റ് നിങ്ങളുടെ ഇടയ്ക്ക് ചില ആൾക്കാർ ഒരു മാരീഡ് പേഴ്സൻ്റെ കൂടെയാണ് ഡീൽ ചെയ്യണത്. അതുകൊണ്ടാണ് ഇവിടെ അതൊരു ടോക്സിക് സിറ്റുവേഷൻ ആയിട്ട് കാണുന്നത്. ഹൈറോഫാന്റ് ടോറസ് എനർജിയാണ്. ഓർ മേ ബി നിങ്ങളൊരു ടോറസ് പേഴ്സൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. കുറച്ചൊരു ടോക്സിക് പേഴ്സൺ ആണ്. ഡെത്ത്, നൈറ്റ് ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ കാണുന്നത് ഒരു അഡ്വൈസ്, നിങ്ങൾക്കൊരു എൻഡിങ് ആണ്, ഒരു ഹാപ്പി റിലേഷൻഷിപ്പ്. 4 ഓഫ് വാൻഡ്സ്. നിങ്ങൾക്ക് തോന്നി ഇത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണെന്ന്. പക്ഷേ ഈ സോൾമേറ്റ് കണക്ഷനിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ തിരിച്ചു വരണ്ടാച്ചാൽ നിങ്ങൾക്ക് ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ. ആൻഡ് അതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ എന്തോ ഒരു എൻഡിങ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ആ എൻഡിങ് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യില്ല വെച്ചാൽ നിങ്ങൾ എപ്പോഴും ആ ലൂപ്പിൽ ഇങ്ങനെ ഒരു ലൈഫിൻ്റെ ലൂപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആൻഡ് സെയിം ഔട്ട്കം ആണ് നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ കിട്ടുക. 10 ഓഫ് സോഡ്സ്, ഹിഡൻ ഫാക്ടേഴ്സ്. ഇവിടെ ഈ എൻഡിങ് കഴിഞ്ഞാൽ ഈ എൻഡിങ് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെസ്റ്റിൻഡ് ആണ്. അപ്പോൾ ഈ എൻഡിങ് കഴിഞ്ഞാലേ നിങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലാച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഈ ലൂപ്പിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായി പോവും. പേജ് ഓഫ് വാൻഡ്സ്. അപ്പം ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ അത് ആക്ച്വലി ചെയ്യേണ്ട ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലാണ് നിങ്ങൾ പോണത്. ചില ആൾക്കാർക്ക് അത് ജാനുവരിയിലല്ല ഉണ്ടാവുക,
മേ ബി ഫെബ്രുവരി മാർച്ചിലാണ് നിങ്ങളുടെ ഇടയ്ക്ക് ചില ആൾക്കാർക്ക് അത് അപ്ലൈ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യൂ. പക്ഷേ ഇത് ഞാൻ ഡെഫിനറ്റ്ലി കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ 3 of Pentacles. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ഒരു പോസിറ്റീവ് വേയിലാണ് മുമ്പോട്ട് പോകണേ. ആൻഡ് എന്താ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാച്ച അതൊക്കെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ട്രൂ ആയി വരുന്നുണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ ഒരു കുറേ പവർഫുൾ എനർജിയിലാണ് നിങ്ങൾ ഫ്യൂച്ചറിൽ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ ചേഞ്ച് അത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും അതാവുമ്പോൾ. ഓക്കെ, പക്ഷേ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ക്യാൻസർ, ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവരണം. പക്ഷെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ ആ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ ചാറ്റ് മെസ്സേജ് ഉണ്ട്. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഉടനെ അയച്ചു തരാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. Till then, take care.